shores are longing. I miss your footprints next to mine. Sure as the waves and the sands are washing, your rhythm keeps my heart in time. You found me, made me into something new, led me through the deepest water. I promise loud to carry on for you. I'll carry on for you. Spoke to the wind on the open ocean. I wonder if you hear me too. Wrapped in my arms with every moment, the memories that pull me through. You found me, made me into something new. Led me through the deepest water. I promise loud to carry on for you. To carry on for you. I'll carry on for you. You found me, made me into something new, led me through the deepest water. I promise loud to carry on for you. I'll carry on for you. Keep me running, keep me coming back to you. Hold me harder, love me like you know you do. Keep me running, keep me coming back to you. Hold me harder, love me like you know you do. You found me, made me into something new, led me through the deepest water. I promise loud to carry on for you. In the deepest water, oh, I'll carry on for you. സമാധാനം പ്രത്യാശനപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ
ഞങ്ങളുടെ കടപാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടനായി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മംഗലകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യാൻ പോകുന്ന ഇവരെ അവിടുന്ന് ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താഴ്ന്നുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദപരം ഇവർക്ക് നൽകണമേ. ഞങ്ങളെല്ലാവർക്കും അവസാന ദിവസം അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. അങ്ങയുടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവേ, ഞാൻ അങ്ങയെ തേടി വരുന്നു, നീ ഉല്ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങയുടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കും. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. നിയമങ്ങൾ ഞാൻ ഉരുട്ടുകൊണ്ടിരിക്കുന്നു. സർവ്വസമ്പത്തിലുപരിയായി ഞാൻ അവയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ മാർഗങ്ങളെ പറ്റി ചിന്തിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കും. അങ്ങയുടെ വാക്കുകൾ ഞാൻ വിസ്മരിക്കുകയില്ല. വിശുദ്ധാത്മാവിന് സഹോദരരെ, കൃത്രിമഗീതത്തിനുള്ള വായന. ഞാൻ സരോണിലെ പുഷ്പവും താഴ്വരയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകൾക്കിടയിൽ ലില്ലി എന്ന പോലെ ആണ് കന്യകുമാരുടെ ഇടയിൽ എൻ്റെ ഓമന. കാട്ടുമരങ്ങൾക്കിടയിൽ ആപ്പിൾ വൃക്ഷം എന്ന പോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എൻ്റെ പ്രിയൻ. അതിൻ്റെ നിഴലിൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു. അതിൻ്റെ പഴം എനിക്ക് മധുരപൂർണ്ണമത്രേ. വിരുന്നുശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്നേഹപതാക എൻ്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശയാകിയാൽ മുന്തിരിയാട തന്നെ എന്നെ ശക്തിപ്പെടുത്തുവിൻ. ആപ്പിൾ പഴങ്ങൾ തന്നെ എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവിൻ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിൽ മരണം വരെ വിശ്വസ്തയോടെ സന്തോഷത്തോടും കൂടി ഉറച്ചു നിൽക്കുവാൻ അനുഗ്രഹത്തിനായി നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഇവരെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ, സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ, മാതൃകാപരവും സുഹൃത്ത് സംബന്ധവുമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരു അത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധൂവരന്മാരെ അനുഗ്രഹിച്ച കർത്താവേ, ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയോടെ വർദ്ധിക്കുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ.
ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തെരഞ്ഞെടുത്ത റബേക്കായെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസനെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവ് നല്ലവനാണ്, നിങ്ങൾ അനുഭവിച്ചറിയുവേൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർ ദരിദ്രരാകാം, വിശന്ന വലയാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. മക്കളെ വന്ന് കേൾക്കുവിൻ, ദൈവവും ഞാൻ നിങ്ങളെ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ജനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? എങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും രാജഭാഷണത്തിൽ നഗരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അകൃത്യത്തിൽ നിന്നാകുന്ന നന്മ ചെയ്യുവൻ, സമാധാനം തേടി അതിനെ പിന്തുടരുവൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റൊരു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയമേകുന്നു. കർത്താവേ, നീ സത്യമായി നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും നിറഞ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സ്ഥലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാമർത്യനെ നിൻകൃപ ഞങ്ങൾ കേൾക്കണമേ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്റെ ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും, എന്റെ ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശപ്പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ് ഒരു വിനാഴികയെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റി നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ അറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ
നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കും. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ഈശോയുടെ സ്നേഹം നിറഞ്ഞ ജിമിൻ ഡെൽന, നമ്മളൊരു പ്രധാനപ്പെട്ട കർമ്മത്തിലാണ് പങ്കെടുക്കുന്നത്. ജീവിതത്തിൻ്റെ ഒരു പ്രായത്തിൽ നമ്മൾ തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ ഒരു വിളി, അത് ശുശ്രൂഷിക്കാനുള്ള ഒരു വിളി, അത് സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ജിമിനും ഡെൽനയും ഇന്ന് പരസ്യമായി ആ ഒരു കാര്യം ഏറ്റുപറയുന്ന സമയമാണിത്. ഈ അടുത്ത നാളുകളിൽ നമുക്കറിയാം, നമ്മുടെ എല്ലാ റോഡുകളും നല്ല മനോഹരമായിട്ട് ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു 4-5 വർഷത്തിനുള്ളിൽ ഒത്തിരിയേറെ നല്ല റോഡുകൾ വന്നിട്ടുണ്ട്. ഞാൻ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, നേരത്തെ വാഹനം ഓടിച്ചപ്പോൾ ആ റോഡുകളിലൊക്കെ ഒത്തിരി കുഴികളും കുണ്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അന്നില്ലാത്ത പല ബോർഡുകളും സൈനുകളും അവിടെ ഇപ്പോൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ബോർഡ് ഇതാണ്: അപകട മേഖല. ഒത്തിരി അപകട മേഖലകൾ നല്ല റോഡുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ റോഡിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് നമ്മുടെ റോഡിൽ കൂടെ വാഹനം ഓടിക്കുമ്പോൾ ഒത്തിരിയേറെ അപകട മേഖലകൾ ഇന്നത്തെ റോഡുകളിലുണ്ട്. പണ്ട് അതൊന്നും അപകട മേഖല ആയിരുന്നില്ല. ഞാനിത് പറയുന്നത്, നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ഭംഗിയുള്ളതാണ്. പുറത്തു നോക്കുമ്പോൾ നല്ല മനോഹരമായ ഒരു റോഡാണ്. പക്ഷേ ഒത്തിരി അപകട മേഖലകളുള്ള ഒരു റോഡിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുക. രണ്ടുപേരും കൂടെ പരസ്പരം തീരുമാനിച്ച് പ്രവേശിക്കുക. ഇനി ഈ റോഡിലൂടെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ റോഡിൽ കാണുന്ന സൈൻ ബോർഡുകൾ, അടയാളങ്ങൾ നോക്കി യാത്ര ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇതൊറ്റയ്ക്കുള്ളൊരു ജീവിതമല്ല. നിങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ഭംഗിയാണ്. പക്ഷേ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിനെ ഒരുമിച്ച് നേരിടാനായിട്ട് സാധിക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഒരു 3 കുടുംബ പ്രശ്നങ്ങളുള്ളത് കണ്ടിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന കുടുംബജീവിതം നയിക്കുന്നവരെക്കാളൊക്കെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് ഞങ്ങൾ ഓരോരുത്തരും. കാരണം ഓരോ ദിവസവും ഞങ്ങൾ കൂട്ടിച്ചേർത്ത ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലുകളെ വീണ്ടും വീണ്ടും അത് എങ്ങനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കൊടുക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, ഇത് എളുപ്പമുള്ള ജീവിതമല്ല. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല കുടുംബങ്ങൾ സന്തോഷത്തോടെ പോകുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ അവർ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ ദൈവമേ. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ പരസ്പര സമർപ്പണമുണ്ട്. അതായത് രണ്ടുപേരും പരസ്പരം പല കാര്യങ്ങളും ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കും. ഈശോ പറഞ്ഞതുപോലെ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയിൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതത്തിൽ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് അനുഗമിക്കട്ടെ. അതായത് ആദ്യം പരസ്പരം പരിത്യജിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാണ്. ജിമിനും ഡെൽനയും നിങ്ങൾ ഇന്ന് വരെ ജീവിച്ചതുപോലെ ഒന്നുമല്ല. കുടുംബജീവിതം എൻ്റയർലി ഡിഫറൻറ്റ്, മാറാൻ പോവുകയാണ്. അവിടെ ഞാൻ എന്നെ തന്നെ മറക്കാൻ പറ്റാതെ വരുമ്പോൾ, എന്നെ തന്നെ ഞാൻ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അധികം കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ എത്രമാത്രം പരസ്പരം ഉപേക്ഷിക്കാൻ, അതായത് ഞാൻ എന്നെ തന്നെ മറക്കാൻ ശ്രമിക്കുന്നു, എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും മാറ്റിവെക്കാൻ ശ്രമിക്കുന്നു, അത്രമാത്രം കുടുംബജീവിതം ആസ്വാദ്യകരമായി മാറും. നിങ്ങൾക്കായിരിക്കില്ല, പുറമേ നിൽക്കുന്നവർക്ക് മനസ്സിലാവും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അതുകൊണ്ട് ഓരോരുത്തർ രണ്ടുപേരും എത്രമാത്രം നിങ്ങളുടെ ഇഷ്ടങ്ങളും എൻ്റെ ഇഷ്ടം ഞാൻ എത്ര ഉപേക്ഷിക്കും, എൻ്റെ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഉപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അത് വേദനയുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല കുടുംബജീവിതം നയിച്ച് നമ്മുടെ ഭൂമിയിൽ മാതൃക കാണിച്ചെന്നത് മറ്റാരുമല്ല, യോസേപ്പ് പിതാവും മാതാവുമാണ്. അവരുടെ ആ ഒരു കാര്യത്തിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് യോസേപ്പ് പിതാവിനെയും മാതാവിനെയും കാണുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമുള്ള സമയത്താണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞു, രണ്ടുപേരും രണ്ടിടത്ത് ജീവിക്കുന്നു. പക്ഷേ ആ വിവാഹ നിശ്ചയത്തോടുകൂടി യോസേപ്പ് പിതാവിനും മാതാവിനും സംഭവിക്കുന്നത് ഒരേ കാര്യമാണ്. രണ്ടുപേരും അവരുടെ ഇഷ്ടത്തെ വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. രണ്ടുപേർക്കും ഒത്തിരി പ്ലാനുകളും പദ്ധതികളും രണ്ടുപേർക്കും ഉണ്ടായിരുന്നു, സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഒത്തിരി പ്ലാനും പദ്ധതിയും എങ്ങനെ വേണമെങ്കിൽ കുടുംബജീവിതം. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുക, എന്നിട്ട് എൻ്റെ ഇഷ്ടം നടക്കട്ടെ. പ്രിയപ്പെട്ട ജിമിൻ, ഡെൽന, നിങ്ങളുടെ കുടുംബജീവിതം ജീവിക്കുന്നതിലും ഈ ദൈവം കാണിച്ചുന്ന ഏറ്റവും നല്ല കുടുംബം അതിനെ അനുഗമിക്കണം. അതായത് ഇന്ന് മുതൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു, ഇന്ന് മുതൽ ഇനി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അത് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കണം. അതാണ് നല്ലൊരു കുടുംബമായി മാറുക.
രണ്ടുപേർക്കും ആശംസകൾ. രണ്ടുപേരെ എനിക്കറിയാം, രണ്ടുപേരുടെയും കുടുംബങ്ങളെ അറിയാം, വ്യക്തിപരമായിട്ടും അറിയാം. അതുകൊണ്ട് എല്ലാവരും ആശംസകളും പ്രാർത്ഥനകളും സഹായവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, വിഷമങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക, മറ്റാരിലും ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് കുടുംബജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ നിമിഷം മുതൽ പ്രാർത്ഥിക്കുന്നു. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ വാഗ്ദാന നിശ്ചയത്തിൽ ഏർപ്പെടാവൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ജോസഫ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ അക്കാമയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. അക്കാമ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സഭയെ നിർമ്മലവധമായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലുതുകൾ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന് തിരുവിടമത്തിന് നാഥനായ മാർ ഔസേപ്പിനെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആദ്യസ്ഥിതി ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ദൈവത്തിന്റെ പരിപാലനയെ നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തെ അവിടുത്തെ തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കരുണയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കുദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, oh
marry the one we love, and we blossom when we love the one we marry. Good afternoon to one and all present here. Therefore, what God has joined together, let not man separate. ഇന്ന് അതായത് 22 ഏപ്രിൽ 2019 വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്നാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡെല്ലൻ ശേഷിക്ക് ഒരു അടിപൊളി ലൈഫ് കമ്പാനിയനായിട്ട് നമ്മുടെ സ്വന്തം ജിബിൻ ചേട്ടനെ കിട്ടിയത്. ആദ്യം തന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. As you start together this new journey in life, we pray to God that may you never have to take your hands apart. This is Lord doing and it's marvelous in our eyes. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ സുന്ദര സുരഭല നിമിഷത്തിൽ പങ്കുചേരുവാൻ പ്രാർത്ഥനകളും ആശംസകളുമായി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. As we are about to begin our reception, kindly remain seated and make yourself comfortable. ആദ്യം തന്നെ നമുക്ക് ജിമിൻ ചേട്ടനെയും ഡെല്ലൻ ചേച്ചിയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Let's give a loud round of applause to the cute couple. Let there be space in your togetherness. Let the wings of the heaven dance between you. Love one another, but make not a bond of love. Let it be rather a moving sea between the shores of your souls. ഇനി നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. മണലിൽ വീട്ടിൽ KG ജോസിന്റെയും മേരി ജോസിന്റെയും 3 മക്കളിൽ രണ്ടാമത്തെ മകനാണ് ജിമിൻ. പ്ലാപ്പനപ്പൽ വീട്ടിൽ ബിജു വർഗീസിന്റെയും എലിസബത്ത് ബിജുവിന്റെയും 2 മക്കളിൽ മൂത്ത മകളാണ് ഡെല്ല. ഇപ്പോൾ ഈ ഫാമിലി സർക്കിൾ കംപ്ലീറ്റ് അല്ലല്ലോ. ഇവരുടെ ഈ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ പ്രസൻസ് തീർച്ചയായും ആവശ്യമാണ്. ആദ്യം തന്നെ ജിമിൻ ചേട്ടന്റെ പേരൻസ് ആയ ജോസ് അങ്കിളിനെയും മേരി ആന്റിനെയും, മൂത്ത സഹോദരിയെ ജൂണ ചേച്ചിയെയും, ഹസ്ബൻഡായ അനൂപ് ചേട്ടനെയും, ഇളയ സഹോദരിയെ ജൽമ ചേച്ചിയെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. അടുത്തതായി നമുക്ക് ഡെല്ല ചേച്ചിയുടെ മാതാപിതാക്കളായ ബീച്ചാച്ചനെയും ലിസി ആന്റിയെയും ഇളയ സഹോദരനായ ഡെന്നിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സന്തോഷം പൂർണ്ണമായിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് തിരുവലിക്കൽ കർമ്മത്തിലേക്ക് കടക്കാം. So we humbly invite Della Chechi and Jimmy Chen to light the candle together, creating the circle of life to share their love and commitment towards each other forever. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരക
ആരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമാ മനതാരിൻ അഴിനീക്കി നീ ഇണയാവാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ പീലി നീർത്തുന്നൊരായിരം ജാലമെന്നിലിന്നാകവേ പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതി ഇവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ കണിക്കൊന്ന പൂച്ചേലാണെന്റെ പെണ്ണാണേ അവൾ കാറ്റേ ഇളം കാറ്റേ ഞങ്ങൾ ഇന്നോളം തമ്മിൽ തമ്മിൽ തേടുന്നേ അകലെ പോകുമ്പോൾ അവളെ കാണുമ്പോൾ ചെവിയിൽ ചൊല്ലേണം ഞാൻ ചേരും ചാരേ കാറ്റേ ഇളം കാറ്റേ ഞങ്ങൾ ഇന്നോളം തമ്മിൽ തമ്മിൽ തേടുന്നേ പണ്ടേ ഉള്ളിനുള്ളിൽ വന്നോള് കാണാതെ ഞാൻ കണ്ട പെണ്ണാള് മിന്ന മിന്നിക്കൂട്ടം പോലെന്നിൽ ഓരോരോ സ്വപ്നങ്ങൾ പെയ്തോള് പലതാമിടങ്ങളിൽ പലതാം മുഖങ്ങളിൽ അവളെ തിരഞ്ഞു പോയോരോ നാളിൽ വൈകാതൻ കുയിലാളിൻ അരികത്തായി ചെന്നെത്തും ഞാൻ കണ്ണോ നിലക്കായൽ കണിക്കൊന്ന പൂച്ചേലാണെന്റെ പെണ്ണാണേ അവൾ കാറ്റേ ഇളം കാറ്റേ ഞങ്ങൾ ഇന്നോളം തമ്മിൽ തമ്മിൽ തേടുന്നേ എണ്ണാതേറെ കാര്യം നെഞ്ചാകെ കാണുമ്പോൾ മിണ്ടാനായി കാത്തു ഞാൻ എങ്ങാണോലെന്നീ നിൻകൂട് നീ പാടും പാട്ടിൻ്റെ പേരെന്ത് പ്രണയത്തുല മഴ തനിയെ നനഞ്ഞിത വരവായി പെണ്ണെ നിന്നെ കൊണ്ടേ പോരാൻ ഒന്നെന്നെ കാണാതെ മഴവില്ലേ മായല്ലേ നീ കണ്ണോ നിലക്കായൽ കണിക്കൊന്ന പൂച്ചേലാണെന്റെ പെണ്ണാണേ അവൾ കാറ്റേ ഇളം കാറ്റേ ഞങ്ങൾ ഇന്നോളം തമ്മിൽ തമ്മിൽ തേടുന്നേ മനസ്സുകൊള്ള എന്തൻ മനസ്സുകൊള്ള മനസ്സുകൊള്ള
மனசுக்குள்ள உயிரோடு உயிராக நீ இருந்தாய். தூரங்கள் தூரே தூரே நாம் என்னும் சாரே சாரே. தூரங்கள் தூரே தூரே நாம் என்னும் சாരേ சாരേ. മനസ്സിനുള്ളിൽ എൻ്റെ മനസ്സിനുള്ളിൽ മണിമഴവില്ലായെന്നോ വന്നവളെ. എന്നിലെ എന്നെ അറിയുമൊരാളായി, എന്നിലെ എന്നെ അറിയുമൊരാളായി നിന്നവളല്ലേ നീ അഴകേ, നിന്നവളല്ലേ നീ അഴകേ. நேரம் மறந்தேன், வரம் மறந்தேன், மாதம் மறந்தேன், பேசியிருந்தேன். ஆசை வளர்ந்ததும் முன்னால, பாசம் அறிந்ததும் முன்னால. ഓരോ നാളും നാം ചേരും നേരങ്ങൾ ചിത്തിരങ്ങളാക്കി നെഞ്ചിൽ കാത്തുവച്ചേ. கேட்டுக்கொள் காதல் தேனே, நீ எந்தன் சொந்தம் தானே. ദൂരങ്ങൾ ദൂരെ ദൂരെ നാം എന്നും ചാരേ ചാരേ. மனசுக்குள்ள எந்தன் மனசுக்குள்ள உயிரோடு உயிராக நீ இருந்தாய். காதல் ருசித்தேன், உள்ளம் இனித்தேன், தனிமை அறிந்தேன், தேல் எறிந்தேன். நீ புது பார்வைகள் தந்தாயே, நான் அதை வாழ்க்கையில் பார்த்தேனே. നിന്നെ ഓർക്കുമ്പോൾ എന്നിൽ പൂക്കുന്ന മുത്തങ്ങൾക്ക് പോലും കുഞ്ഞിച്ചിറകു വച്ചേ. கேட்டுக்கொள் காதல் தேனே, நீ எந்தன் சொந்தம் தானே. മനസ്സിനുള്ളിൽ എൻ്റെ മനസ്സിനുള്ളിൽ മണിമഴവില്ലായെന്നോ വന്നവളെ.